എനിക്കറിയില്ല, എന്നെ പ്രിയം കൊണ്ടുപോയി, ഞാൻ അവിടെ സിനിമ ഉണ്ട്, അത്ര എനിക്കറിയുള്ളൂ. ഞാനും അങ്ങനെ തന്നെയാണ്. ലൈഫിൽ കുറച്ചും കൂടി യാത്രകൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. നമ്മൾ പുതിയ മനുഷ്യരല്ലല്ലോ, പഴയ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് യാത്ര ചെയ്യാൻ അറിയാത്ത മനുഷ്യരാണ് എന്ന് വേണമെങ്കിൽ പലരും പറയും. പക്ഷെ നമ്മളങ്ങനെയല്ല. മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ കളിമണ്ണായിട്ട് നിൽക്കുകയും അത് മോൾഡ് ചെയ്തെടുക്കാൻ സംവിധാനം കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നത് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന മനസ്സ്. അമ്മ മരിക്കുന്നിടത്താണ് നമ്മൾ പ്രായമാവുന്നത്. അതുവരെ നമ്മൾ കുട്ടികളാണല്ലോ. മീൻവണ്ടിയെ കാത്തിരിക്കുന്ന പൂച്ചയെ പോലെയാണ് ചില സ്നേഹങ്ങൾ എന്ന് പറയുന്നത്. ഈ പാരലൽ സിനിമയിലൊക്കെ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങളിൽ അഭിനയിക്കുന്നതുകൊണ്ടാണല്ലോ ഈ IFFK, IFFI അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുന്നത്. IFFKയിൽ ആദ്യത്തെ പ്രാവശ്യം പോയ സമയത്ത് പാസ് എങ്ങനെ എടുത്ത്? എനിക്കറിയില്ല, എന്നെ പ്രിയം കൊണ്ടുപോയി, ഞാൻ അവിടെ സിനിമ ഉണ്ട്, അത്ര എനിക്കറിയുള്ളൂ. അതിന് ഭയങ്കര അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഒഡേസ സത്യേട്ടൻ അല്ലേ? അത് ഞാൻ എനിക്ക് ഒഡേസ ചില പാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നും കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പം നമ്മളെപ്പോലെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് സിനിമ കാണണമെന്ന് മോഹമുള്ളവർക്ക് കള്ളപ്പാസ് എടുക്കില്ലാതെ വേറെ നിർത്തിയില്ലല്ലോ. അത് ശരിയല്ല, സത്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞത്. അത് പ്രിയനായിരുന്നു. പ്രിയൻ പറയുന്നു ഇങ്ങനൊരു സാധ്യതയുണ്ട്. അല്ലല്ല, സിനിമയുടെ ഇങ്ങനെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് പോവാൻ വേണ്ടി, അപ്പോൾ നമുക്ക് പോവാം. നമ്മളെ ഇവിടെ എങ്ങനെ പോകും? നമ്മൾ പോകുന്നു. അപ്പോൾ എങ്ങനെയാണത്? നീ വാ എൻ്റെ കൂടെ. അപ്പോൾ എവിടെ താമസിക്കും? അപ്പോൾ നെയ്യാറ്റിൻകരയിൽ പ്രിയൻ്റെ കൂടെ പണ്ട് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന കുറേ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് താമസിക്കാം. നെയ്യാറ്റിൻകരയിൽ താമസിച്ചിട്ട് IFFK വരാമെന്നാണ്. രാത്രി എല്ലാ ദിവസവും അങ്ങനെ തന്നെയായിരുന്നു. ആണോ? രാത്രി സിനിമയും കഴിഞ്ഞിട്ട് ഞങ്ങൾ KSRTCയിൽ തൂങ്ങി പിടിച്ചിട്ട് വയർത്തൊട്ടിയ മനുഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ പോയിട്ട് നെയ്യാറ്റിൻകര എന്ന് ഇറങ്ങും. അവിടെ അവർ ഞങ്ങൾ സിനിമക്കാരാണല്ലോ, അവർ ഞങ്ങളെ സ്നേഹത്തോടെ ചോറും ചാളക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളത് തിന്നും. രാവിലെ എഴുന്നേറ്റ് അവരൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും. അന്നൊന്നും ഈ സാൻഡ്വിച്ചോ ബർഗറോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. പക്ഷെ നമ്മളൊന്ന് കഴിക്കുമായിരുന്നു. പഴവും ബ്രെഡും മേടിച്ചിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ പഴം തിരികെ വെച്ചിട്ട് പിന്നീട് അതിൻ്റെ പേര് സാൻഡ്വിച്ച് എന്നൊക്കെ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ഉച്ചക്കുള്ള ഭക്ഷണം. അപ്പോൾ എത്ര സിനിമ കാണുമായിരുന്നു അന്ന്? സിനിമ കാണൽ തന്നെയല്ലേ ഉള്ളൂ. അന്ന് പ്രിയം ചിലപ്പോഴൊക്കെ മുങ്ങും. പക്ഷേ അല്ല, ഇപ്പോഴത്തെ മുങ്ങണ പോലല്ല. അന്ന് സിനിമ ഫുള്ളായിട്ട് കാണുമായിരുന്നു ഞങ്ങളിങ്ങനെ. പിന്നെ അപ്പോൾ എങ്ങനെ പാസ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. നീ വാടാ, നമുക്ക് പോവാടാ, വണ്ടിക്കൂലി സംഘടിപ്പിക്കലാന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി സംഘടിപ്പിക്കുക. പിന്നെ അപ്പോൾ ഇല്ല, ഏറ്റവും ടെൻഷനുള്ള കാര്യം എന്താ അറിയോ? നമ്മളിത് പ്രിൻ്റൊക്കെ എടുത്ത് കൊണ്ടുവരുമല്ലോ പുറത്തുനിന്ന്, ഡിസൈനൊക്കെ ചെയ്ത്. അപ്പം വെച്ചാൽ ഈ പ്രിൻ്റ് എന്തായാലും അവരുടെ അക്കാഡമിയുടെ പ്രിൻ്റ് പോലെ ആവില്ല. ടെൻഷനാണ് ഓരോ പ്രാവശ്യവും. ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ടെൻഷൻ അടിക്കും. അയ്യോ, ഇത് പിടിക്കുമോ എന്നല്ല. പിന്നെ ഞാൻ അക്കാഡമിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാനത് ഓർക്കാറുണ്ട്. ആളുകളിങ്ങനെ നിന്നിട്ട് പാസ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് ഓർമ്മ വരുമല്ലോ ആ കാലം. ഇന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെ അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികൾ വന്നിട്ട് അവിടെ റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എങ്ങനെയും പാസ് തരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ചെയ്ത് പറ്റുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നവര്. അന്നങ്ങനെയല്ലോ. പിന്നെ സിനിമ ആ കാലത്ത് തുടങ്ങിയിട്ടുള്ളൂ. ആദ്യത്തെ ട്രിവാൻഡ്രത്തായിരുന്നു തോന്നുന്നുണ്ട്. അല്ല, കോഴിക്കോടായിരുന്നു. രണ്ടാമത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടാമത്തെ ട്രിവാൻഡ്രത്ത്. അങ്ങനെ അതൊരു ഉത്സവമാട്ടോ ശരിക്കും പറഞ്ഞാൽ. വേറൊരു മൂഡാണ്. അപ്പോൾ നമുക്കിന്ന് എനിക്കിപ്പോൾ എൻ്റെ നാട്ടിൽ വലിയ പൂരം നടക്കാറുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിനൊക്കെ പോകുന്നതിനേക്കാളും സന്തോഷം തരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ IFFKക്കോ അല്ലെങ്കിൽ IFFK പോകുന്നതൊക്കെ. അത് നമ്മൾ കുറേ സിനിമക്കാർ അല്ലെങ്കിൽ സിനിമ ലോകത്ത് നമുക്ക് കുറേ ദിവസം സിനിമ ഇങ്ങനെ ശ്വസിച്ച് നടക്കാമല്ലോ, ഇഷ്ടമുള്ള സിനിമകൾ കാണാം. അതൊരു വലിയ ആഘോഷം തന്നെയാണ്. നമ്മൾ ആ സമയത്ത് നമ്മുടെ സൗഹൃദങ്ങളൊക്കെ എനിക്ക് ഒരുപാട് സ്ഥിരമായിട്ട് എൻ്റെ കൂടെ വരുന്നൊരു പയ്യന്നൂരുകാരനാണെങ്കിലും ബാംഗ്ലൂരിലുള്ള ദിനേശൻ, മനോജ്, മണിയൊക്കെയാണ്. എല്ലാ കൊല്ലം സിനിമക്കാരൊന്നും ആവില്ല, അവർ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അപ്പോൾ അവരെ കൂടെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എല്ലാ കൊല്ലവും എവിടെ കണ്ടില്ലെങ്കിലും
ഇവിടെ കാണുന്നുള്ള അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ദിനേശനും മണിയും മനോജൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർ. അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. IFFK കാണാമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം യാത്ര ചെയ്യാറുണ്ടോ? യാത്ര സിനിമയ്ക്ക് വേണ്ടിയുള്ള യാത്രകളല്ലാതെയുള്ള യാത്രകൾ അതൊക്കെ കുറവാണ്. അതല്ലേ നമ്മള് ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലല്ലേ ദുബായി പോയത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ബഹ്റൈനിൽ മറ്റേ ഇവിടെ കുവൈറ്റിൽ പോയി ഇതൊക്കെ പറയുന്നത്. എന്നാലും കുറച്ച് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഇതല്ലാതെ GCC കൺട്രീസ് അല്ലാത്ത കുറേ അസർബൈജാനും കസാക്കിസ്ഥാനും ഇന്തോനേഷ്യ, ബാലി എന്നൊക്കെ പറയണ അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇത് സിനിമയല്ലാതെ തന്നെ ഇത് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ യാത്ര ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ ഭയങ്കര യാത്രക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരൊക്കെ യാത്ര ചെയ്യുന്നത് കണ്ട് ഒരു യാത്ര ചെയ്യുന്നു. ഇന്നലെ തന്നെ ഞാനൊരു വിനോദ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ടായിരുന്നു. അവനിങ്ങനെ ഹിമാചലിൽ പോയിട്ട് അവൻ പറയുന്നത് കേട്ട് അവൻ ഒറ്റയ്ക്ക് പോവാം. വിനോദ് ഇന്നലെ പറഞ്ഞ വെച്ചാൽ ഒന്ന് പോകുന്നു ഇങ്ങനെ ഹിമാചലിലൊക്കെ പോയി ഉള്ളിലൂടെയൊക്കെ കുറേ കസോളിലോ അങ്ങനെയൊക്കെ കറങ്ങി അവിടെ ഇവിടെയൊക്കെ കുറേ കറങ്ങിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ വേറൊരു മനുഷ്യനായിട്ട് വരും. പക്ഷെ ഒന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇനി ലൈഫിൽ കുറച്ചും കൂടി യാത്രകൾ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആത്യന്തികമായിട്ട് നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് സിനിമയാണ്. ഇപ്പം സിനിമ ഇപ്പം നമ്മൾ ഷെഡ്യൂളുകൾ ഇങ്ങനെ വെച്ച് പോകുമ്പോൾ ഇപ്പോഴാണ് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. സിനിമ ഒന്നും ഇല്ലാന്ന്. നമ്മളിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മളിൽ പൈസ ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ ഒന്ന് പോയി വരാന്ന് പറയുമ്പോൾ നമ്മുടെ സിനിമയുടെ ഷെഡ്യൂളുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ പിന്നെ ആരെങ്കിലും നമുക്കൊരാൾ വേണ്ടേ, അല്ലെങ്കിൽ 1-2 പേരുണ്ടെങ്കിലല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രീ ആകുമ്പോൾ അവർ ഫ്രീ ആവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പോകേണ്ട സ്ഥലത്ത് സീസൺ ആവണമെന്നില്ല. അങ്ങനെ എന്നാലും കുറച്ചും കൂടി യാത്രയൊക്കെ ചെയ്ത് കുറച്ചും കൂടി നല്ല മനുഷ്യനാണെന്ന് ആഗ്രഹം. യാത്രകൾ മനുഷ്യനെ നവീകരിക്കുന്ന പറയണത്. അങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ കുറെ യാത്ര ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നന്നായില്ല. അപ്പൊ അതിനുള്ള വിശ്വാസം സാധ്യതയില്ല. അതെ, ഈ കവിത ചൊല്ലാറുണ്ടല്ലോ. കഴിഞ്ഞ കുറേ കോവിഡ് കാലം മുഴുവൻ എല്ലാ ദിവസവും നോക്കുമ്പോൾ ഇർഷാദിൻ്റെ ഒരു കവിത ഉണ്ടാവും. ഇത് എന്നൊന്നല്ല ഈ പരിപാടി തുടങ്ങിയേ? ആക്ച്വലി എനിക്ക് തോന്നുന്നു 96-ലാണ് തുടങ്ങിയ. ചില ഒരു ദിവസം ഇങ്ങനെ MS ബനേഷ് പച്ചക്കുതിര എന്ന് പറയുന്നൊരു അപ്പോൾ ഞാൻ പച്ചക്കുതിര നമ്മൾ മാതൃഭൂമിയാണല്ലോ നമ്മൾ സ്ഥിരം DC പോയി കുറേ പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നോക്കുമ്പോൾ പച്ചക്കുതിര. അപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലേഖനം എന്തോ അതിൽ കണ്ടതിൻ്റെ പേരിൽ ഞാൻ ഒരു കോപ്പി അത് മേടിച്ചിട്ട് ഇങ്ങനെ രാത്രി ഉറക്കം വരാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ മറിച്ച് നോക്കിയപ്പോണ്ട് ഒരു തൊഴുകൈ തോക്ക് എന്ന് പറയുന്നൊരു കവിത MS ബനേഷിൻ്റെ. അപ്പോൾ നമുക്കത് ഇത് രസമുണ്ടല്ലോ വായിച്ചപ്പോൾ. ഇങ്ങനെ എനിക്ക് ഗദ്യ കവിതകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ മൊബൈലിൽ ഇങ്ങനെ പറഞ്ഞു നോക്കി, ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ കൊള്ളാലോ, ഞാൻ അപ്പോൾ തന്നെ രാത്രി ബനേഷിനെ അയച്ചു കൊടുത്തു. ബനേഷിനെ അറിയാമായിരുന്നു എനിക്ക്. ബനേഷ് അത് അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട, നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്ക് ഉണ്ടല്ലോ. അത് അത് അല്ല അതാ ഞാൻ ചോദിച്ചത്. 96 അല്ല, 2016. കോവിഡിന് മുമ്പ്, 2016. അപ്പൊ അന്ന് പച്ചക്കുതിരൊന്നുമില്ല. അതാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്ന വർഷം. 2016 ആണ് പച്ചക്കുതിര വായിക്കുന്നതും ബനേഷിന്റെ കവിത. അങ്ങനെ അപ്പോൾ ബനേഷ് പറയുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു. അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല, ഫേസ്ബുക്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ ചൊല്ലിത്തരാന്ന് പറഞ്ഞിട്ട് ഞാനത് ഇട്ടെടുത്തു. ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഇതെങ്ങനെ ചൊല്ലുകയെന്നൊക്കെ ആലോചിക്കും ഞാൻ. അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു തുടങ്ങി വെച്ചപ്പോൾ ഇത് കൊള്ളാമെന്നൊക്കെ തോന്നിയ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കവിതയ്ക്കൊരു പേജൊക്കെ ഉണ്ടാക്കിയാലോ, യൂട്യൂബ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്ക് ഈ ഇത് ടെക്കി അല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ മനുഷ്യരല്ലല്ലോ, ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ, ഇപ്പോഴും ഊബർ വിളിക്കാൻ വേണോന്ന് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് യാത്ര ചെയ്യാൻ അറിയാത്ത മനുഷ്യരാണ് എന്ന് വേണമെങ്കിൽ പലരും പറയും. പക്ഷെ നമ്മളങ്ങനെയല്ല. അപ്പോൾ എൻ്റെ അടുത്ത് അസീം എന്ന് പറഞ്ഞിട്ടൊരു എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന പയ്യനായിരുന്നു. ഇത് എന്തുകൊണ്ട് കൈകാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യരുതല്ല, നമുക്കത് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്താൽ
ചില ആൾക്കാർ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബ് ചാനൽ ഇടണം. അതിനെന്താ, അപ്പോൾ നമുക്ക് അതിൻ്റെ സാധ്യതകളൊന്നും അറിയില്ല. അപ്പോൾ കവിതകളൊക്കെ ചൊല്ലിയിടാം. ഞാൻ പറഞ്ഞു കവിതയൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അവന് ഇടയ്ക്ക് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു കവിത ചൊല്ലിയിടും, ഫേസ്ബുക്കിലിടും. അപ്പോൾ അവൻ പറയും എന്തെങ്കിലും കണ്ടന്റ് വേണം, നമുക്ക് എന്ത് കണ്ടന്റ്, നമ്മുടെ ആകെ കവിത വേണമെങ്കിൽ തരാം എന്നൊരു കവിത എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സോഷ്യൽ അസീമാണ് അത് ചെയ്തിരുന്നത്. ഇപ്പോൾ ദുബായില. അങ്ങനെ കോവിഡ് കാലത്ത് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് കാലത്ത് തോന്നിയത് ഒരു ദിവസവും ഓരോ കവിത ചൊല്ലിയിട്ടാണ് എങ്ങനെ ഉണ്ടാവുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തരെയും മുന്നോട്ട് കൊണ്ടുപോയത്. പലരും EMI കുറിച്ച് ആലോചിക്കുന്നു, അല്ലെങ്കിൽ നാളെ സിനിമ, നാളെ ലോകമെന്ത്. എനിക്ക് ഈ സിനിമകളെ കുറിച്ചിട്ടും EMI കുറിച്ചോ ലോകത്തെ കുറിച്ചിട്ടോ ഒന്നും ഞാൻ ആലോചിച്ചു. മീൻസ് അങ്ങനല്ല, നാളെ എൻ്റെ ജീവിതം എങ്ങനെയാവും, ഇത് ഞാൻ നാളെ ഇടേണ്ട കവിതയെക്കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇന്നിട്ട കവിതയ്ക്ക് എത്ര ലൈക്ക് കിട്ടി, കമൻറ്റ് കിട്ടിയെന്ന് ആലോചിക്കും. വൈകുന്നേരം ഉച്ചയ്ക്കൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാൻ ആലോചിക്കും നാളെ ഏത് കവിതയാണ് ഇടുക, അപ്പോൾ അതെങ്ങനെ ചെയ്യാം, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോയതേ അറിയില്ലായിരുന്നു എനിക്ക്. ഒരു ദിവസം കടന്നു പോയത് ഞാൻ അറിഞ്ഞിട്ടേയില്ല. അപ്പോൾ അതൊരു വലിയ ഗുണം ചെയ്തതെന്നാണ് ഞാൻ. പിന്നെ എനിക്ക് എൻ്റെ ഒരു കവിത നല്ല രസമായിട്ട് ചൊല്ലിയിട്ടാൽ, എല്ലാ കവിതയും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, ഒരു നല്ല സീൻ അഭിനയിച്ച് എൻ്റെ ഒരു സുഖം കിട്ടാറുണ്ട്. അപ്പം അതെനിക്കൊരു ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഞാൻ ഭയങ്കര പാടുപെട്ടു. പിന്നെ ഇതന്നെയായിരുന്നു, വേറൊരു ചിന്തയില്ലാതെ മനുഷ്യൻ കോവിഡ് കഴിഞ്ഞിട്ടും ഇതിലൂടെ ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ നിർത്തി, മതി മോനെ പണിയെടുക്കാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കവിതയുടെ കവിതൻ്റെ ഉള്ളിൽ മീൻസ് അല്ലെങ്കിൽ കവിതയോടുള്ള ഇഷ്ടം പണ്ട് മുതലേ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാന്ധ്യതാരകത്തിൽ ഞാൻ പണ്ട് കവിത എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. പൊട്ട കവിതകളാണ്, വേറെ കാര്യം. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ കവിത എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ വേറൊരു പരിപാടികളും തുടങ്ങിയിട്ടുണ്ട്. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കവിതയുടെ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അങ്ങനൊരു പരിപാടി കഴിഞ്ഞ ഫെസ്റ്റിന് ഞാൻ ചൊല്ലി. എനിക്ക് 1/2 മണിക്കൂർ ഒരു സമയം തന്നു. ഞാൻ അതെങ്ങനെയെങ്കിലും ഒരു സ്റ്റേജ് ചെയ്ത് തുടങ്ങണമെന്നൊരു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് മൊഴിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് സുരാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൊല്ലിയാട്ടം എന്നുണ്ട്. പക്ഷെ ഇതൊക്കെ അല്ലെങ്കിൽ ചൊല്ലിയാട്ടം എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സാഹിത്യ ലോകത്തുള്ള ആളുകളും അല്ലെങ്കിൽ കവിതാരംഗത്തുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ചെയ്തിരുന്ന പരിപാടികളാണ്. അപ്പോൾ ഈ സിനിമ മേഖലയിലുള്ള ഒരാൾ കവിതയെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആളുകൾ ശ്രദ്ധ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ ഞാനിപ്പോൾ കാഫസ്റ്റിന് ശേഷം ഒരു 7ഓളം വേദികളിൽ ഞാൻ 1 മണിക്കൂർ പരിപാടി എന്നുള്ള ലെവലിൽ ഇങ്ങനെ അവതരിപ്പിക്കും, കവിതയും വർത്തമാനമായിട്ട് ഇങ്ങനെ. അപ്പം അതുമായിട്ടുള്ള യാത്രയാണ് ഇനി അതിൽ ഹരം പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിനിമക്കാരെ ഇടയ്ക്കുന്നത്, അയ്യോ വിളിക്കണം സിനിമ. അതൊരു നല്ല രസമുള്ള ഒരുപാട് ഗദ്യ കവിതകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ സീൻ ചെയ്ത സുഖം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേജൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു സിനിമ അഭിനയിച്ച ശീലം കിട്ടും. ഇർഷാദിന് നാടകകാലം പോലെ തന്നെ ഒരു ടെലിവിഷൻ സീരിയലിൻ്റെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. നാടകത്തിൽ അഭിനയ രീതി വ്യത്യാസമുണ്ട്, നമുക്കറിയാം. അതേപോലെ ടെലിവിഷനിൽ അഭിനയിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പിന്നെ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം എങ്ങനെയാണ് ആ കാലത്ത് സിനിമയിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ട് പിന്നീട് ടെലിവിഷനിലേക്ക് പോകുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ലേ ആ അഭിനയ രീതിയിലൊക്കെ തന്നെ? എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? കാരണം അവിടെ നമ്മൾ ഇൻപുട്ട് അത്രയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കുറേ കാര്യങ്ങളുണ്ടായില്ല ശരിക്കും പറഞ്ഞു. ഇങ്ങനെ സമയമെടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഇവിടെ മറ്റേ ഞാൻ ടപ്പ് ഉത്തരം പറയുന്നൊരവസ്ഥ അതല്ല. എനിക്കിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ സീരിയലിൽ അഭിനയിച്ച ശേഷം വന്ന് സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഞാൻ തീരുമാനിച്ചു ഒരു സ്പേസൊക്കെ എടുത്തിട്ട് ശരിക്കും സംസാരിക്കേണ്ട ഒരു സീനാണിതെന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡയറക്ടർ പേരൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഞാനൊരു സീൻ ചെയ്തപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞത് സീരിയൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കണ്ട. ആക്ച്വലി സീരിയൽ അഭിനയിക്കുന്ന പോലെ ആയിരുന്നില്ല. അല്ല, ഞാൻ ആ സീനിൽ അന്നത്തെ കാലത്ത് ടപ്പ് എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞ് തീർക്കുന്ന ഒരു
ഒരു ബ്രീത്തിങ് സ്പേസ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ അതിപ്പോൾ അത് നോക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പ് വരെ. അപ്പോൾ സീരിയലാണെങ്കിൽ ഏറ്റവും ലെങ്തായിട്ട് ഡയലോഗ് പറഞ്ഞാൽ അവർക്ക് ഡ്യൂറേഷൻ കിട്ടുന്നുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമുക്ക് നാടകമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ അതുള്ളത് ഒരു നമുക്കറിയാം നമ്മുടെ ഒരു ബോധത്തിലിട്ടോ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ബോധത്തിൽ ഇതാണ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണ് ആക്ട് ചെയ്യുന്നത്. അത് തിരുത്താനൊരു സംവിധായകൻ ഉണ്ടാവുക എന്നുള്ളതാണ് സിനിമയിൽ നമ്മൾ കാണുന്ന. മറ്റേ സീരിയലിൽ ഒരിക്കലും അങ്ങനെ തിരുത്തലുകളില്ല, നമ്മളെന്താ ചെയ്യുന്നുള്ള. അങ്ങനെ നമ്മളെ പിടിക്കാനും അതല്ല മീറ്റർ, ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നിപ്പോൾ ഒരു രഞ്ജിത്തേട്ടനൊക്കെ എന്തോരം പറഞ്ഞു തന്നിട്ടുണ്ടാവും നമുക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇപ്പോൾ അല്ലേ മഠത്തിൽ വരവിലും അതുണ്ടാവില്ലേ, അപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു വർക്ക് ചെയ്യിക്കാൻ, നമ്മളെ അഭിനയിപ്പിക്കാൻ ഒരു സംവിധായകൻ ഉണ്ടാവുന്നിടത്താണ് നമ്മൾ പണ്ട് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ മഹാന്മാരൊക്കെ പറഞ്ഞു വെച്ചാൽ കളിമണ്ണായിട്ട് നിൽക്കുകയും അത് മോൾഡ് ചെയ്തെടുക്കാൻ സംവിധായകന് കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ മണ്ണ് അവർക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്നത് ആവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്തെങ്കിലും രീതിയിൽ ഞാൻ ഇപ്പം നമുക്കൊരു ഓൾറെഡി സ്ക്രിപ്റ്റ് തരുന്ന ചില ഇതുണ്ടാവും. ചിലയിടത്ത് നമുക്ക് ഒന്നും തരില്ല, നമുക്ക് ജസ്റ്റ് കഥാപാത്രത്തിൻ്റെ പേര് പറയുമായിരിക്കും, അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് കഥ, ഇന്ന ആളുടെ അനിയനാണ് എന്ന് മാത്രമായിരിക്കും പറയണ്ടാവുക. അങ്ങനെയല്ലാതെ നിങ്ങൾക്കൊരു പ്രധാന വേഷമാണ്, നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് തരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നടത്തിയിട്ടാണ് പോവുക. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കത് വർക്കൗട്ട് ആവണമെന്നില്ല. അവിടെ നമ്മൾ ഒരുപാട് അങ്ങനെ ചെയ്തു വെച്ചാൽ ഞാൻ കാണുന്നതായിരിക്കുന്നില്ല സംവിധായകനുള്ളിലുണ്ടാവുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങ് പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അല്ല, ഞാൻ പറഞ്ഞത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് തന്നിട്ട് ഇയാൾ ഇങ്ങനെ നടന്നാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പിടിക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പാളിപ്പോവും. പിന്നെ നമ്മളതിൽ ലോക്കഡാവും ചെയ്യും. സംവിധായകൻ പറയും അതല്ല വേണ്ടതായിരുന്നു എന്ന് പറയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ സംവിധായകൻ്റെ ഇച്ഛത്തിനനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചില സജഷൻസ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ സാധനം കൂടി ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവർ പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് അത് കൊള്ളാം എന്ന് പറയാം, അല്ലെങ്കിൽ അത് വേണ്ടട്ടാ, അത് കട്ട് ചെയ്യേണ്ട, അത് എത്രയോ പ്രാവശ്യം എന്നുള്ള അത് വേണ്ട എന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അത് നല്ലതെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന സാധനം ആ ടൈമിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സിനിമ ഷൂട്ട് നടക്കുമ്പോൾ നമുക്കൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഒരു വളർച്ച നമുക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ ഈ നല്ലൊരു സിനിമ എന്ന് പറയുമ്പം അത് റിലീസ് ചെയ്തിട്ട് 100 ദിവസം ഓടി എന്നുള്ളതാണോ, അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ ഒന്നിച്ച് പണിയെടുക്കുന്നതിൻ്റെ പ്രോസസ്സ് നല്ലതാവുന്നത് രണ്ട് ഫീലാണ് അല്ലേ? കാരണം ആത്യന്തികമായിട്ട് സിനിമ ആളുകൾ കാണുകയും അതൊരു വലിയ വിജയം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടി ഉണ്ടാക്കുന്നത്. അപ്പം ഇതുണ്ടാവുന്ന സന്തോഷം വേറെയും, അത് രണ്ടും തന്നെയാണ്. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ട് സന്തോഷങ്ങൾ തന്നെയാണ് അത്. ആ ദിവസങ്ങളിപ്പോൾ നമ്മൾ കുറേ ദിവസം ഒരുമിച്ചുണ്ടായിട്ട് പിരിയുമ്പോഴൊക്കെ ഫീൽ ചെയ്യുമല്ലോ, അത് ഭയങ്കര നോർമലി ഒരു 10 ദിവസം ഇപ്പോൾ ഇവിടുന്ന് ഇരുന്ന് പോകുമ്പോൾ തന്നെ കുറേ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ, അപ്പോൾ അതിൻ്റെ ഡെപ്ത് പോലെ ഇരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് തന്നെയാണ്. അപ്പോൾ സിനിമ എപ്പോഴും ആളുകൾ കാണണം, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ രീതിയിൽ സമാന്തര സിനിമയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അംഗീകാരങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മേളകളിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം വേറെ. ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യമാണ്, ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവുന്നത് സന്തോഷം ഉണ്ടാക്കുമോ? നമ്മളുടെ ആ പ്രൊഡക്ഷൻ ചില സ്ഥലങ്ങളിൽ നമ്മൾ സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചു എന്നൊക്കെ വരും, പക്ഷെ ആ പ്രോസസ്സ് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഡിപ്പെൻസ്. നമ്മൾ ആ ക്രൂവും നമ്മൾ അവിടെ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതികളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ഫീലും ഒക്കെ അതൊക്കെ ഓരോ സിനിമയും പോലെ. അതെ, അങ്ങനെയൊക്കെയാണ് സിനിമ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ പോവുക. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഒരേ സ്ഥലത്ത് അല്ല ഒരേപോലെ എല്ലായിടത്തും നമ്മൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല. ചിലവ് നമ്മൾ ഒരു കാര്യമില്ലാണ്ട് നമുക്ക് വഴക്ക് കേൾക്കേണ്ടി വരും, നമ്മളായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മാക്സിമം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അത് മാറിയാണ് നമ്മൾ പണി ചെയ്ത് ജയിക്കുക.
ഇർഷാദ്, നമ്മൾ നേരത്തെ സംസാരിച്ച കവിതകളെക്കുറിച്ച് പറഞ്ഞല്ലോ. കവിത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 1-2 കവിതകളൊക്കെ ചൊല്ലുമോ? ചൊല്ലാം. എൻ്റെ പുതിയ പണിയാണത്. ആ പണിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞു. ഞാൻ ഈ പരിപാടിയിൽ ആദ്യം പറയുന്നൊരു കവിത എന്ന് പറയുന്നത് കൽപ്പറ്റ മാഷയുടെ ആശ്വാസം എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ ആളുകൾ ഉള്ളിലേക്ക് എൻട്രി ആവും, പിന്നെ നമുക്ക് എന്തും പറയാം എന്ന് പറയുന്ന സാധനം. ഉമ്മ മരിച്ച ദിവസമാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരാൾ എനിക്ക് ആശ്വാസം എന്ന് പറയുന്ന കവിത അയച്ചു തരുന്നത്. എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ആ ദിവസങ്ങളിൽ ഇട്ടുള്ളതാണ്. ഇനി എനിക്ക് എത്തിയോടത്ത് ഉറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കിട്ടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കിട്ടും എന്ന് പറയുന്ന സാധനം. ഇപ്പോഴത് മാറ്റിയിട്ടില്ല. എൻ്റെ DP ഞാനും ഉമ്മയും കൂടി ഉള്ളതാണ്, അതും ആ സമയങ്ങളിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആശ്വാസം എന്നാണ് ആ കവിതയുടെ പേര് തന്നെ. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി എടുക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഈ സ്വൈരം എന്നുള്ള വാക്ക് ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ടില്ലേ? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സ്വൈരം എന്നുള്ള വാക്കൻ ഉമ്മ ഒന്ന് സ്വൈരം കെടുത്താണ്ട് പോയാൽ എന്ന് ഇഷ്ടം പോലെ ഉമ്മാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോനെ പട്ടിണി കിടക്കില്ല, ഒരു എന്താണ് കുക്കിൻ്റെ ഇറച്ചിയാണ് രാത്രി അത്താഴ ഭക്ഷണം കിടത്താനുണ്ടാവും, ഒന്ന് സ്വൈരം കിടത്താണ്ട് പോവോ. എന്തെങ്കിലും നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സ്വൈരം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫീലിങ്സാണ്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ ഭക്ഷണം എടുക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി. ഇനി എനിക്ക് എത്തിയോടത്ത് ഉറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കിട്ടും. തൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്ന അത്രയുമെന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു എന്ന് പറഞ്ഞു. അമ്മ പെറ്റു തീർന്നത് മരണത്തോടു കൂടിയിട്ടാണ്. ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയില്ല എന്ന് പറയുന്നത്. അമ്മ മരിക്കുന്നിടത്താണ് നമ്മൾ പ്രായമാവുന്നത്. അതുവരെ നമ്മൾ കുട്ടികളാണല്ലോ. അങ്ങനെ അത് അപ്പം അമ്മയുടെ അടുത്ത് പോയില്ലേ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കവിതയോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇത് ആളുകളൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ അതിലൊക്കെ എങ്ങനെ എൻട്രി ആവും. അപ്പം എല്ലാവർക്കും ഒരു അമ്മ ഫീൽ എന്തായാലും ഉണ്ടാവും. അമ്മ എന്ന് പറയുന്നത് ശരിക്കും ഈ മുസ്ലിംൻ്റെ ഇടയിൽ അച്ഛൻ മരിച്ചാലേ യത്തീമാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാഥനാവുന്നത് ശരിക്കും അമ്മ മരിച്ചാലാണ് ശരിക്കും യത്തീമാവുക എന്ന് പറയുന്നത്. അമ്മ മരിച്ചോട് പിന്നെ നമുക്കെല്ലാം വേദന, പിന്നെ ഒരു വേദനയില്ല ശരിക്കും പറഞ്ഞാൽ. ആ വേദനയില്ല, അപ്പുറത്തേക്ക് വേദനയില്ല, പിന്നെല്ലാം നമ്മൾക്ക് പ്രായമാവും. അപ്പോൾ അതൊരു കുട്ടിത്തം പോവും. നമ്മൾ വലിയ മുതിർന്നവരാവും. അതുവരെ നമുക്ക് അമ്മയുടെ മടിയിൽ പോയി കിടന്നത് നമ്മൾ കുട്ടികളായിട്ട് കിടക്കും. അപ്പോൾ അതൊരു പിന്നെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ സാവിത്രി രാജീവിൻ്റെ കവിതയുണ്ട്, അത് ചൊല്ലും. ഞാൻ വേറൊരു കവിതയല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഈ കവിത റസൂൽ പൂക്കുട്ടിക്ക് ചൊല്ലി കൊടുത്തു. അപ്പോൾ ഞാൻ ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ റസൂൽ പൂക്കുട്ടീൻ്റെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, കവിത ചൊല്ലിയില്ലേ, നല്ല രസം, നന്നായി എന്ന് കേട്ടു, എനിക്ക് 2 കവിത ചൊല്ലി തരുമെന്ന് വെച്ചു. ഞാൻ ഈ ആശ്വാസം ചൊല്ലി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു കവിത കൂടി ചൊല്ലും. ഞാൻ പറഞ്ഞു അമ്മ കവിത വേണമെന്ന് വെച്ചാൽ എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞാനങ്ങനെ ആതിരയാറെന്ന് പറഞ്ഞിട്ടൊരു പുതിയ കുട്ടിയുണ്ട്, പുതിയ തലമുറ. ആതിരയാറിൻ്റെ മീനേ മീൻമണമേ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, DC ഇറക്കിയത്. അതിൽ തോറ്റുപോയവർ ജീവിക്കുമ്പോൾ എന്ന് പറഞ്ഞ കവിത ഉണ്ട്. അത് ഭയങ്കര തോറ്റുപോയവർ ജീവിക്കുമ്പോൾ. ഞാൻ ഈ കവിതയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ റസൂൽ പൂക്കുട്ടി പറഞ്ഞത്, ഞാൻ തോറ്റുപോയൊരു മനുഷ്യനാണ്, തോറ്റുപോയടുത്താണ്. അതിൻ്റെ ഒരു കവിത അങ്ങനെയാണത്. തോറ്റുപോയവരെല്ലാം തൊട്ടടുത്ത നിമിഷം മരിച്ചു പോകുന്നുവെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്?
നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഒരിക്കൽ തോറ്റവർക്ക് പിന്നീടെല്ലാം അടുപ്പമാണ്. ഇനിയില്ലെന്ന് നിങ്ങൾ കരുതുന്നിടത്ത് വേരുകളാഴ്ത്തി പതിയെ അവർ നിവർന്നു നിൽക്കുന്നു. ചോര പൊടിഞ്ഞാലും നീറിപ്പുകഞ്ഞാലും അവർ നടക്കുമ്പോൾ കാൽപ്പാടുകൾക്ക് തെളിച്ചമുണ്ടാകുന്നു. ഇനി ആരും പിന്തുടരില്ലെന്ന ബോധമല്ല അത്, ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയില്ലെന്ന ബോധ്യമാണത്. നോക്കിയിരിക്കെ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് വർത്തമാനത്തിൻ്റെ ഊഞ്ഞാലാട്ടങ്ങളിൽ അവർ ആകാശം തൊടുമ്പോൾ ഇതെന്ത് കൺകെട്ടെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. നോക്കിയിരിക്കെ ഭൂതകാലത്തിൽ നിന്നും ഭാവിയിലേക്ക് വർത്തമാനത്തിൻ്റെ ഊഞ്ഞാലാട്ടങ്ങളിൽ അവർ ആകാശം തൊടുമ്പോൾ ഇതെന്ത് കൺകെട്ടെന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഞാൻ എന്നെ തൊട്ടതുപോലെന്നവർ പുഞ്ചിരിക്കും. നിങ്ങളേൽപ്പിച്ച മുറിവുകളെക്കുറിച്ച് നിരന്തരം അവർ ഓർമ്മിപ്പിക്കുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ല. പകരം നിങ്ങൾ കാണാത്ത ഉദയാസ്തമയ ഭംഗിയെക്കുറിച്ച്, മഞ്ഞുവീഴ്ചകളെക്കുറിച്ച്, മഴയുടെ രാഗങ്ങളെക്കുറിച്ച്, വെയിലുമ്മകളെക്കുറിച്ച്, എന്തിന് കാപ്പിത്തോട്ടങ്ങൾക്കിടയിൽ പാറിപ്പറക്കുന്ന മരതക വണ്ടുകളെക്കുറിച്ച് പോലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നോക്കൂ, തോറ്റുപോയവരൊക്കെ പുതിയ ചരിത്രം എഴുതുന്നവരാണ്. അതിൽ നിങ്ങളൊക്കെ മരിച്ചുപോയവരാണ്. ഇത് കേട്ടപ്പോഴാണ് പറഞ്ഞത് ഞാൻ തോറ്റുപോയതാ, എന്നിട്ടാണ് ആൾ ഓസ്കാർ മേടിക്കുന്നത് പറയുന്നത്. പൂക്കുട്ടി അപ്പോൾ ഇങ്ങനെ കുറേ കവിതകളൊക്കെ ചൊല്ലിയിട്ട് ആളുകളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുക, അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നമ്മളിങ്ങനെ അതിജീവനത്തിൻ്റെ ഒക്കെ ഉണ്ടല്ലോ. 2012 പ്രളയത്തിൽ നമ്മൾ മറികടന്നു, ചൂരൽമലയിലെ ദുരന്തത്തിൽ നമ്മൾ മറികടന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോറ്റു. ഈ കവിത ഉണ്ടല്ലോ, ഈ കവിത ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട ശേഷം ഒരുപാട് പേരിത് അവരുടെ സ്റ്റാറ്റസ് ആക്കുകയും അവർ കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുള്ളൊരു കവിതയാണിത്. ഇത് ഭൂരിപക്ഷത്തിൻ്റെതൊന്നുമല്ല കേട്ടോ, ഇത് ന്യൂനപക്ഷം ആസ്വദിക്കുന്ന ഒരു മേഖലയാണ് കവിത എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കൊണ്ടു നടക്കുന്ന പൂക്കാതിരിക്കുക. പക്ഷെ അതിനൊരു ആളുകളുണ്ട്, അതിന് തീർച്ചയായിട്ടും ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇർഷാദിനെ പോലെയുള്ളൊരു നടൻ, അറിയപ്പെടുന്ന ഒരാള് എനിക്കിത് ചെല്ലുമ്പോൾ ഞാൻ പറയില്ലേ, എനിക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ഒരു സിനിമ അഭിനയിച്ചൊരു ഇപ്പോൾ ഒരു പരിപാടിയൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇപ്പോൾ ഈ ആതിരയാറിൻ്റെ വേറൊരു കവിതയിൽ ആ കുട്ടി ചില സ്നേഹങ്ങൾ എന്ന് പറയുന്ന കവിതയിൽ ആ കുട്ടി പറയുന്നത് വെച്ചാൽ മീൻവണ്ടിയെ കാത്തിരിക്കുന്ന പൂച്ചയെ പോലെയാണ് ചില സ്നേഹങ്ങൾ എന്ന് പറയുന്നത്. അതെങ്ങനെ വരുമെന്നോ കാണുമെന്നോ തരുമെന്നോ വാക്കു കൊടുത്തില്ലെങ്കിലും മീൻവണ്ടിയെ കാത്തിരിക്കുന്ന പൂച്ചയെ പോലെയാണ് ചില സ്നേഹങ്ങൾ. എന്ത് അവകാശം എന്ന് ചോദിച്ചാൽ വന്നു പോകും വരെ ഇമ വെട്ടാതെ നോക്കിയിരിക്കാനെന്ന പോലെ. എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ മീനിന് കൊതിച്ച് ഒടുവിൽ മീൻ ചെല്ലെങ്കിലും എന്ന പോലെ. എൻ്റെ അവസാനത്തെ വരെ രസം, എന്തിനിങ്ങനെ എന്നൊക്കെ ചോദിച്ചാൽ ജീവിച്ചിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന മറുചോദ്യം എന്ന പോലെ. ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോണ്ടാവുന്നൊരു നമുക്ക് കിട്ടുന്നൊരു ഫീൽ. ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഭയങ്കര ഹരത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കവിത ചൊല്ലിട്ട്. അപ്പോൾ പറ്റിയെങ്കിൽ എറണാകുളത്തൊരു ഷോ ഒക്കെ വെക്കണം. തീർച്ചയായിട്ടും കാണാൻ വരും, കേൾക്കാൻ വരും, കാണുകയും കേൾക്കുകയും ചെയ്യും. ഇർഷാദിനെ എങ്ങനെയാണ് വിലയിരുത്തുക? ഞാൻ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയില്ലായിരിക്കും കേട്ടോ, സുഹൃത്തുക്കളൊക്കെ പറയും നല്ല മനുഷ്യനാണെന്നൊക്കെ പറയും. ഞാനും അങ്ങനെ ഭയങ്കര പൂർണ്ണമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് രീതിയിലാണ്, മനുഷ്യൻ എന്ന നിലയിലാണ്, നടൻ എന്ന നിലയിലാണ്, കുറേ കാര്യം. ഞാനൊരു ഏവറേജ് നടനാണെന്നാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത്. ഞാൻ ഭയങ്കര നടനൊന്നല്ല ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ. ഞാൻ നല്ലൊരു സഹൃദയനാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനാണെന്നാണ് എനിക്ക് മറ്റുള്ളവരോട് ഇങ്ങനെ സ്നേഹം തോന്നുന്നു. ഞാനെന്താ നമ്മുടെ കുഴൂർ വിൽസൻ്റെ ഒരു കവിത, എന്തൊരു നീയാണ് നീ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ ഇടയ്ക്ക് എന്നോട് എനിക്ക് തോന്നാറുണ്ട് എന്തൊരു നീയാടാ നീ എന്നൊക്കെ തോന്നും. ഞാനൊരു ഗംഭീര കക്ഷിയാണല്ലോ അല്ലേ? അല്ല, ഇടയ്ക്ക് അങ്ങനെ തോന്നിയിട്ട് ഞാൻ എന്നെ തന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, വലിയ അലമ്പനൊന്നുമല്ല. താങ്ക്സ് അല്ലോ, ഭയങ്കര സന്തോഷമായി. അല്ലാതെ നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരാണ്, എപ്പോഴും കാണുകയല്ല, എന്നെ കളിയാക്കും മടത്തിൽ വരവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായി. ഇതാണ്